ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം കൊണ്ടുള്ള ഫ്രൈഡ് റൈസാണ്. ഞാനിവിടെ ഒരു വലിയ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണെന്ന് ഇതിന് വേണ്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസാണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ ആ ഒരളവിന് എടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല വേണം. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ക്യാപ്സിക്കം മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എത്രത്തോളം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളകെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും 1/4 ടീസ്പൂൺ. ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ അത്. ഇത്രയും ചേർത്ത് നമ്മൾ ചട്ടിയിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിലോട്ടിട്ട് പൊടിച്ചെടുക്കുക. ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എണ്ണ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് ക്യാപ്സിക്കം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണയും കൂടിയാണ് ആവശ്യം. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസിൽ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പ് അധികമായിട്ട് ഇടണം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ക്യാപ്സിക്കം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല. ജസ്റ്റ് ഒരു 1.5 മിനിറ്റ് കുക്കായാൽ മതിയാവും. നമ്മൾ ഇതിനൂടെയുള്ള ആവശ്യത്തിന് ചേർത്തുള്ള ഉപ്പ് ആദ്യമേ സവാളയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പിൻ്റെ പാകം നോക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 1 മിനിറ്റ് 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന്
ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാ വശത്തും, ഉപ്പും മസാലയൊക്കെ എല്ലാ വശത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.